ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു കേക്ക് വ്ലോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല കമൻറ്റ്സ് ഇടുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ആ കാര്യം ആരും മറന്നു പോകരുതേ. അപ്പോൾ ദേ ഇന്ന് 1 കിലോ വരുന്ന ഒരു വാനില കസ്റ്റമൈസ്ഡ് കേക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ 1/2 കിലോൻ്റെ 2 കേക്കായിട്ട് ചെയ്തെടുത്തിട്ട് ഒരു കേക്ക് 3 പീസും ഒരു കേക്ക് 2 പീസുമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം കുറച്ച് ഡാർക്കായി പോയതുകൊണ്ട് തന്നെ ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ചെറിയ കേക്ക് കട്ട് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും കുറച്ച് ചരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ട് ആരും എന്നെ കുറ്റം പറയാനായിട്ട് വരണ്ട. അതെൻ്റെ ഒരു പ്രോബ്ലം തന്നെയാണ്. കുറ്റം പറഞ്ഞാലും അത് കേൾക്കാനുള്ള ഇതെനിക്കുണ്ട്. കാരണം ഇത്രയും നാളായിട്ട് ഞാനത് പഠിച്ചില്ലേ എന്ന് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഞാനത് എന്തുകൊണ്ടാണെന്നറിയില്ല, വലിയ കേക്കുകൾ 1 കിലോൻ്റെയൊന്നും കേക്കുകൾ മുറിക്കുമ്പോൾ എനിക്ക് അത്രയും പ്രശ്നം വരാറില്ല. പക്ഷേ ഇതേപോലെ ഈ ടോൾ കേക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മുറിക്കുമ്പോൾ എനിക്കിങ്ങനെ ചരിഞ്ഞു പോകുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പ്രശ്നം ഇതിൽ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് വഴിയേ കാണാം. അപ്പോൾ ഞാൻ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് പോർഷൻ എടുത്തിട്ട് അതിൽ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കൊക്കെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഷുഗർ സിറപ്പിലും കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കേക്ക് ബോർഡിൽ കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഫസ്റ്റ് ലെയർ എടുത്ത് വെച്ച് കൊടുത്തിട്ട് അതൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചെറിയൊരു ചരിവുള്ള സ്ഥലത്തൊക്കെ കുറച്ച് ക്രീം വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്രീമൊക്കെ വെച്ച് എടുത്തതിന് ശേഷം കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് പുറത്തു കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് നന്നായിട്ടൊന്ന് പാലറ്റ് നൈഫ് വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ അടുത്ത ലെയറും വെച്ച് കൊടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് ഫുള്ളായിട്ടും ഞാനിങ്ങനെ കവർ ചെയ്ത് മീൻസ് ഇങ്ങനെ ക്രീം വെച്ച് കവർ ചെയ്ത് എടുക്കുവാണ് കേട്ടോ. അതേ ലാസ്റ്റിലത്തെ ലെയറും വെച്ചിട്ടുണ്ട്. ലാസ്റ്റിലത്തെ ലെയറൊക്കെ വെച്ചപ്പോൾ ഏതാണ്ട് കേക്ക് ആടുന്ന മട്ടായി കേട്ടോ. കാരണം അകത്ത് ക്രീമും മിൽക്ക് മെയ്ഡും എല്ലാം കൂടി ചേർന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കേക്ക് തെന്നുന്നുണ്ടായിരുന്നേ. അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഇതിന് മുന്നേ ഞാനൊരു കേക്കിൻ്റെ വ്ലോഗിൽ പറഞ്ഞിട്ടില്ല, എനിക്ക് ആകെ കൺഫ്യൂസ്ഡായിട്ട് പോയിട്ടുള്ളൊരു കേക്ക് ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അതുപോലെ ആയി പോകുമോ എന്ന് എനിക്കൊരു പേടിയായിരുന്നു. പക്ഷേ ഞാനിതിൽ സ്ക്വയറൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് വെച്ചിട്ട് ഒരു പൈപ്പ് പോലത്തെ സ്ട്രോ പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ പ്ലാസ്റ്റിക്കിൻ്റെ, അതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കേക്ക് ഇങ്ങനെ ചരിഞ്ഞ് പോകുന്ന കണ്ടിട്ട്, കാരണം ഇങ്ങനെ മുറിച്ചത് ചരിഞ്ഞ് പോയത് കൊണ്ടും ക്രീമിൽ ഇങ്ങനെ തെറ്റിപ്പോവുമല്ലോ, അകത്തിങ്ങനെ പിടിച്ചിരിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ കുറച്ച് ചോക്കോ ചിപ്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ പിടിച്ചിരുന്നതന്നെയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ വാനില കേക്കായിരുന്നു, അതുകൊണ്ടാണ് ചോക്കോ ചിപ്സ് ഒന്നും ആഡ് ചെയ്തിരുന്നത്. അപ്പോൾ അവർ വാനില കേക്ക് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം ഞാനതിൽ 2 ഇങ്ങനെ സ്ട്രോ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ രണ്ടെണ്ണമല്ല 3 കുത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും ഏതാണ്ട് നല്ല സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേക്ക്. പിന്നെ അതിന് ശേഷം ക്രം കോട്ടൊക്കെ ചെയ്ത് പിന്നെ ഫൈനൽ കോട്ട് ചെയ്ത് എടുക്കുവാണ് കേട്ടോ. ഫൈനൽ കോട്ടൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഏതാണ്ട് നല്ല ഫിനിഷിംഗ് ആയിട്ട് നല്ല സ്റ്റഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കേക്ക്. പിന്നെ വലിയ ആട്ടമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് ക്രീമൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ സൈഡ് പോർഷനിൽ സ്ക്രാപ്പർ ഉപയോഗിച്ച് ഒന്ന് റൗണ്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അത്രയും ഉയരമില്ലാത്ത, അതായത് കുഞ്ഞ് സ്ക്രാപ്പർ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ താഴേന്ന് മുകളിലോട്ട് ഇങ്ങനെ ഓട്ടിച്ച് കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെറിയ വിടവുകൾ ഉള്ള സ്ഥലത്തൊക്കെ കുറച്ചുകൂടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പാലറ്റ് നൈഫ് അല്ല സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് ഒന്നുകൂടെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴത്തേക്ക് ഞാനൊന്ന് സ്ക്രാപ്പർ ഒന്നുകൂടെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയൊരു നനവും കൂടെ ഉണ്ടെങ്കിൽ നല്ല ഫിനിഷിങ് കിട്ടും. നമ്മൾ ഈ കേക്കിൻ്റെയൊക്കെ മുകൾ ഭാഗവും സൈഡും ഒക്കെ നല്ല ഫിനിഷിങ് വരാനായിട്ട് പാലറ്റ് നൈഫ് ലാസ്റ്റിൽ നമ്മളൊന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് കുടഞ്ഞിട്ട് ചെറിയ നനവോടുകൂടി തന്നെ ഇങ്ങനെ കേക്കിൻ്റെ പുറത്ത് ഒട്ടിച്ച് കൊടുത്താൽ വലിയ പാടൊന്നും വീഴത്തില്ല കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. പിന്നെ മുകൾ ഭാഗത്ത് ഞാൻ പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ കുറച്ച് സ്ഥലത്ത് ക്രീം ഇച്ചിരി കുറവായിരുന്നേ. അപ്പോൾ ആ സൈഡിൽ കുഴപ്പമില്ല, നമുക്ക് കുറച്ച് ഡെക്കറേഷനൊക്കെ വരുമ്പോഴത്തേക്ക് അതങ്ങ് മറഞ്ഞോളും. അപ്പോൾ ഒരു മിക്കി മൗസിൻ്റെ തീമിലുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രിൻ്റൊക്കെ എടുത്ത് വെച്ചു. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കണമേ. ക്യാമറ വെച്ചപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോയിട്ട്, അതാണ് സൈഡിൽ ചെറിയൊരു ഷെയ്ഡിങ് പോലെ ഇങ്ങനെ കാണുന്നത്. ഇതേ കട്ട് ചെയ്ത് മിക്കി മൗസിനൊക്കെ എടുത്തിട്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കേക്കിൽ വെക്കുന്നത്. ഇത് എഡിബിളല്ല കേട്ടോ.
അതുപോലെ തന്നെ ഇത് ഫോക്സ് ബോൾസ് വാങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ബ്ലൂ കളറും വൈറ്റും ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഡാർക്ക് ബ്ലൂ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കസ്റ്റമറോട് ചോദിച്ചു, വൈറ്റ് വെച്ചോട്ടേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു സാരമില്ല, വൈറ്റ് അല്ലേ കേക്കിൻ്റെ കളറ്, അപ്പോൾ വൈറ്റ് വെച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ട് കേക്ക് അതുവരെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നേ. അത് ഞാൻ പുറത്തോട്ട് എടുത്തിട്ട് നമ്മുടെ മിക്കി മൗസിനെ അതിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. മിക്കി മൗസിൻ്റെ ചെവിയുടെ കുറച്ച് ഭാഗം ഒന്ന് കേക്കിന് മുകളിലോട്ടായിട്ടാണ് കേട്ടോ നിൽക്കുന്നത്. നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ഉദ്ദേശ അളവ് വെച്ചായിരിക്കും നമ്മൾ പ്രിൻ്റ് എടുക്കുന്നത്. അളവ് പറഞ്ഞു കൊടുക്കണമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഒന്ന് കുറഞ്ഞു പോകും, ചിലപ്പോൾ ഒരു ശകലം കൂടിപ്പോകും. ആ ഒരു ഇതുണ്ടാവും. ഞാനൊരു ഉദ്ദേശം അളന്നിട്ടൊക്കെ തന്നെയാണ് പോയത്, എങ്കിലും ഒരു ശകലം കേട്ടോ, വലുതായിട്ടൊന്നും പൊങ്ങിയിട്ടില്ല, ചെറുതായിട്ട്. പിന്നെ അതേ സൈഡിൽ ഫോക്സ് ബോൾസ് ഒക്കെ വെച്ച് കൊടുത്തു. അതൊക്കെ ഒന്ന് വെച്ച് കൊടുത്ത് ഡെക്കറേഷനൊക്കെ ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ കാലിലുണ്ടല്ലോ, ബോളിൻ്റെ ഓരോ കാലിലും ഞാൻ സെലോ ടേപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായിട്ട് തന്നെ ഇറക്കി വെച്ചിട്ടില്ല, അതെന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്യണം. കാരണം തുരുമ്പ് പോലത്തെ സംഭവമാണ് അതിലിരിക്കുന്നത്. അതുകൊണ്ട് അതിനി വെച്ചിട്ട് കേക്കിന് പ്രശ്നമൊന്നും വരണ്ട, കഴിക്കുന്നവർക്കും പ്രശ്നമൊന്നും വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനതൊന്ന് കവർ ചെയ്തിട്ടാണ് വെക്കുന്നത്. പിന്നെ അവർ ഒരു റെഫറൻസ് പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിലും ഇതുപോലെ ഷുഗർ ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബ്ലൂ കളറും വൈറ്റ് കളറും ഒക്കെ വലുതും ചെറുതുമായിട്ടുള്ള ബോൾസൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം വലിയ ബോൾസ് ഇട്ട് കൊടുത്ത്, പിന്നെ ചെറിയ ബോൾസ് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ട് കൊടുത്ത് ഇങ്ങനെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുമ്പോൾ അതിനിങ്ങനെ പറ്റി പിടിച്ചിരുന്നോളും കേട്ടോ. അതാകുമ്പോഴത്തേക്ക് കുഴപ്പമില്ല. നമുക്ക് ഓരോന്നായിട്ട് എടുത്ത് വെച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ എറിഞ്ഞ് കൊടുക്കുമ്പോൾ തന്നെ അത് ക്രീമിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇരുന്നോളും. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വൈറ്റ് ഷുഗർ ബീഡ്സും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഡെക്കറേഷൻ ഏതാണ്ട് ഫിനിഷ് ആയിട്ടുണ്ട്. പിന്നെ അതിൽ സെക്കൻഡ് ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ സെക്കൻഡ് എന്ന് എഴുതി വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ സെക്കൻഡ് എന്ന് എഴുതിയ ബ്ലൂ കളർ തന്നെ വേണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലൂ കളറിലുള്ള എഴുതിയത് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ പിന്നെ വൈറ്റ് ഫോണ്ടൻറ്റ് വാങ്ങിച്ചിട്ട് ബ്ലൂ കളർ ആഡ് ചെയ്ത് സെക്കൻഡ് എന്നുള്ള നമ്പറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചിട്ടില്ല വീഡിയോയിൽ. പിന്നെ ഞാൻ എൻ്റെ പേരൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ഡിലൻ എന്നാണ് കേട്ടോ പേര്. അപ്പോൾ അതേ പേരൊക്കെ എഴുതി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് എന്നുള്ള നമ്പർ ഇങ്ങനെ കുത്തി വെക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ അത് കുത്തി ഇരിക്കാൻ ഭയങ്കര പാടായിരുന്നു കേട്ടോ, അതിലിങ്ങനെ കുത്തി വെക്കാനായിട്ടേ. അപ്പോൾ ഞാനിങ്ങനെ ബാക്കിൽ ടൂത്ത് പിക്കൊക്കെ കൊടുത്ത് ഒട്ടിച്ച് ഒക്കെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയണേ. അപ്പോൾ ഇനി നല്ല വീഡിയോയും നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.